ഹായ് മക്കളെ, എല്ലാവർക്കും പൈത്തൺ ദ മാത്ത് അക്കാഡമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫിറോസ് അഹമ്മദ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് ICSEയുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്റർ റിവിഷനും കൂടെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവിംഗ് ആണ്. ഓക്കെ, 2024 സ്പെസിമെന്റെയും 2024ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ചാപ്റ്റർ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ് റേഷ്യോ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ആക്ച്വലി എന്താണ് റേഷ്യോസ് പഠിക്കുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാണുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് റേഷ്യോ. ഓക്കെ, എന്താണ് റേഷ്യോ എന്ന് പറയുന്നത്? ഇഫ് A and B are two quantities of the same kind, ഒരേ കൈൻഡിലുള്ള രണ്ട് വസ്തുക്കൾ, ഓക്കെ, അതിന്റെ ക്വാണ്ടിറ്റീസ്, ആ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് ഒരേ കൈൻഡിലുള്ള. അതായത് നമ്മളിപ്പോ എന്താണ് വെയിറ്റ് ആണെങ്കിൽ രണ്ടും വെയിറ്റ് ആയിരിക്കണം, എണ്ണമാണെങ്കിൽ രണ്ടും എന്തായിരിക്കണം എണ്ണമായിരിക്കണം. ഓക്കെ, and with the same units such that B not equal 0, then the quantities A by B is called the ratio between A and B. It is written as A is to B. Okay, A colon B എന്നാണ് നമ്മൾ സാധാരണ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. മറ്റൊരു റെപ്രസെന്റേഷൻ എന്താണ് A by B എന്നും നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾക്ക് എവിടെയൊക്കെ ഇത് കാണാൻ പറ്റും, നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരി നമ്മൾ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിനെ ആസ്പദമാക്കി മറ്റൊന്നിനെ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. എന്തിനേറെ ഈ വരുന്ന ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ മാർക്ക് കിട്ടുമ്പോൾ 40 മാർക്കിന്റെ പരീക്ഷയ്ക്കാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ മാർക്കിംഗ് ചെയ്തിരിക്കുന്നത് ടീച്ചറ്? നിങ്ങൾക്ക് 38 മാർക്ക് കിട്ടി എന്ന് കരുതുക 40-ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ടീച്ചർ കൊടുത്തിരിക്കുന്നത്? 38/40 എന്നായിരിക്കും ടീച്ചർ ഇട്ട് റൗണ്ട് ഇടുന്നത് അല്ലെ. നമുക്ക് മാർക്ക് ഇടുന്നത് എങ്ങനെ? ഇപ്പൊ 38/40 എന്ന് പറഞ്ഞായിരിക്കും ടീച്ചർ മാർക്ക് ഇടുന്നത് അല്ലെ. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? 40-ൽ 38, ആ ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ രണ്ട് പരീക്ഷയിൽ കിട്ടിയ ഡിഫറെന്റ് മാർക്കുകൾ നമുക്ക് കമ്പയർ ചെയ്യണം. ഓക്കെ, ഒരു പരീക്ഷയ്ക്ക് നമുക്ക് 38 കിട്ടിയത്, നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു 38 കിട്ടിയത്. വേറൊരു പരീക്ഷയ്ക്ക് നമുക്ക് 72 കിട്ടിയെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? 72 കിട്ടിയതാണ് വലിയ മാർക്ക് എന്ന് വിചാരിക്കും അല്ലെ. പക്ഷേ സപ്പോസ് 38 കിട്ടിയത് 40-നും 72 കിട്ടിയത് 100-നുമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏതായിരുന്നു നമ്മൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തത്? 38 മാർക്ക് കിട്ടിയ പരീക്ഷയായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഏതാണ് മികച്ചു നിന്നത്? അപ്പൊ നമുക്ക് ഈ ഒരു കമ്പാരിസൺ, നമുക്ക് എത്രക്കായിരുന്നു എന്നുള്ള ആ ഒരു കമ്പാരിസൺ കിട്ടുമ്പോഴേ അതിന് വ്യക്തമായിട്ടുള്ള ഒരു രൂപം കിട്ടാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ വെറുതെ നമുക്ക് 72 38 മാർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ അതൊരു പൂർണ്ണത ഉണ്ടാകോ? ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്നു, അതിനെയാണ് നമ്മൾ ഈ ആക്ച്വലി റേഷ്യോ എന്ന് പറയുന്നത്. എന്തിനേറെ വീട്ടിൽ നിങ്ങൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വെറുതെ ദോശ എടുത്ത് മാവ് കുഴച്ചാൽ മതിയോ? ഇല്ല, ആ ദോശ മാവ് ഉണ്ടാക്കുന്നതിന് കുറെ പ്രോസസ് ഉണ്ട് അല്ലെ. അതായത് എന്താണ്, ഇപ്പോ ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതിന് അരക്കപ്പ് ഉഴുന്ന് എന്ന് നമ്മൾ പറയാറില്ലേ. ആ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ്. ഓക്കെ, അല്ലാതെ വെറുതെ നമ്മളിപ്പോ എന്താണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മള് വീട്ടില് അമ്മയടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒക്കെ നമ്മൾ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ദോശ മാവ് നമുക്ക് ഉണ്ടാക്കുന്നത്, നമ്മളിപ്പോ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ദോശമാവ് സെറ്റ് ചെയ്യണം. നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് എന്ത് ചോദിക്കുന്നു? ദോശമാവ് എങ്ങനെയാ അച്ഛ അല്ലെങ്കിൽ അമ്മേ നമ്മളിത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അവര് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങൾ അരി എടുത്തിട്ട് അരക്കപ്പ് ഉഴുന്നെടുത്തോ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? 3-4 കപ്പ് അരിയും അരക്കപ്പ് ഉഴുന്നും എടുത്താൽ ശരിയാവോ? ഇല്ല. അവരുടെ മനസ്സിൽ എന്താണ്, നിങ്ങൾ ഒരു കപ്പ് അരി എടുക്കുമ്പോൾ അരക്കപ്പാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? പറയണം. നമ്മൾ എത്ര കപ്പ് അരി എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ഉഴുന്നിന്റെ അളവ് കൂട്ടാൻ. 1 കപ്പ് അരിയാണെങ്കിൽ അരക്കപ്പ് ഉഴുന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 കപ്പ് അരിയാണെങ്കിലോ? 2 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന് അല്ലെ. ആ ഒരു അളവ് പോലും നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കൊരു കമ്പാരിസൺ, ഇത്രക്കിത്ര എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ, ആ ഒരു ഇത്, അത് നമ്മൾ രണ്ടും എന്താണ് ചെയ്തത്? രണ്ടും നമ്മുടെ അളവുകോലാണ് ചെയ്തത് അല്ലെ, ഒരേ കപ്പില്. അല്ലാതെ നമ്മള് അരി എടുത്തത് ഒരു വലിയ കപ്പിലും മറ്റേ ഉഴുന്നെടുത്ത ഒരു കുഞ്ഞു കപ്പിലും ആണ് എടുത്തിട്ട് ഇതിന് വലിയ കപ്പിൽ അരിയും എടുത്ത്, അല്ലെങ്കിൽ എന്താണ് ഉഴുന്നെടുത്ത ഒരു വലിയ കപ്പിലും അതിന്റെ പകുതിയോളം ഉഴുന്നും എടുത്ത്, അരി നമ്മളൊരു കുഞ്ഞു കപ്പിൽ അതിന്റെ 1 കപ്പ് അരിയും എടുത്ത് വെച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. ഒരേ അളവ് കൂടുതലായിരിക്കണം നമ്മൾ അത് അളക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത് സെയിം കൈൻഡ്.
ഒരേ കൈൻഡിൽ രണ്ട് ക്വാണ്ടിറ്റികളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇത്രക്കിത്ര എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ മാർക്കറ്റ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്കോർ അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ആൾക്കാരുടെ സ്കോർ വെച്ച് അവർക്ക് അത്ര കിട്ടിയപ്പോ നിങ്ങൾക്ക് ഇത്ര കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനത്തെ ആ ഒരു കമ്പാരിസൺ ആണ് എന്തെന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത്. എ ബൈ ബി, ബിയിൽ എത്ര? നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യാറില്ലേ? ബോർഡിൽ ടീച്ചർ വരുന്നതിന് മുമ്പേ അവിടെ മാർക്ക് ചെയ്യുന്നത് എത്രയാ? ഇത്ര കുട്ടികൾ മൊത്തത്തിലുണ്ടായിരുന്നേൽ ഇത്ര കുട്ടികൾ പ്രസന്റ് എന്ന് പറഞ്ഞൊക്കെ അല്ലേ ചെയ്യുന്നത്? അതൊക്കെ എന്താണ്? ഇത്രക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഷ്യോ ആണ്. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? ഒരു റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇഫ് എ ആൻഡ് ബി ആർ ടു ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ് വിത്ത് സെയിം യൂണിറ്റ്. ഓക്കെ, അതായത് നമ്മൾ 100 ഗ്രാമും 200 എത്ര 1 കിലോയും 100 ഗ്രാമിന്റെ 1 കിലോയുടെയും കപ്പ് വെച്ചിട്ട് അളവാ ശരിയാവോ? അരി ഉഴുന്നും ഇല്ല, രണ്ടും അളക്കുന്നത് ഒരേ യൂണിറ്റ് അളവിലായിരിക്കണം. അതാണ് സെയിം യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം കൈൻഡും ആയിരിക്കണം. ഓക്കെ, അതെന്താണ് സെയിം കൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അരി കപ്പിലെടുത്തു, ഉഴുന്ന് അര ഉഴുന്ന് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഉഴുന്നെടുത്ത് പകുതിയായിട്ട് മുറിച്ച്, ഒരു കുഞ്ഞു ഉഴുന്നെടുത്ത് നമ്മളിങ്ങനെ പകുതിയായിട്ട് മുറിച്ചിട്ട് ആ അര ഉഴുന്നെടുത്തിട്ടു. അത് ശരിയാവോ? അരി പറഞ്ഞ എന്താണ്? അരി കപ്പിലെടുത്തു, മറ്റേത് ഉഴുന്ന് അരഭാഗം മുറിച്ചെടുത്തു. കറക്റ്റ് ആണോ? അളവ് സെയിം കൈൻഡ് ആണോ എടുത്തിരിക്കുന്നത്? അല്ല, കപ്പളവാണ് നമ്മളൊക്കെ ഇപ്പൊ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് സെയിം കൈൻഡ്. ഒന്ന് കിലോഗ്രാമിലും മറ്റേത് എണ്ണത്തിലും എടുത്താൽ ശരിയാവോ? ഇല്ല, രണ്ടും കിലോഗ്രാമിൽ തന്നെ എടുത്തിരിക്കണം. ഓക്കെ, അപ്പോ സെയിം കൈൻഡ്, നമ്മൾ ഒരേ കൈൻഡിലുള്ള ആൾക്കാർ ഒരേ യൂണിറ്റില്. ഓക്കെ, ഒരേ യൂണിറ്റിൽ 1 കിലോഗ്രാമും മറ്റേത് ഗ്രാമും എടുത്താൽ ശരിയാവും? ഇല്ല, രണ്ടും കിലോഗ്രാമിൽ തന്നെ പറയണം. ഓക്കെ, അങ്ങനെയുള്ള അതിന്റെ ആ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. റേഷ്യോയ്ക്ക് എന്താണ്? റേഷ്യോയ്ക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല. കാരണം എക്കും ബിക്കും ഒരേ യൂണിറ്റും ഒരേ കൈൻഡും ഒക്കെയാണ്. അപ്പൊ അതെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പൊ അവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. ജസ്റ്റ് അതിന് എത്രയാണ് അളവ് എന്നുള്ളൊരു സാധനമൊന്നുമില്ല. ഓക്കെ, ഇനി എന്താണ് ഈ ടേംസ് എന്ന് പറഞ്ഞാൽ? ബേസിക് ആയിട്ട് ഇതൊക്കെ നമുക്ക് പണ്ട് പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസും മെയിൻലി നമ്മൾ പ്രൊപ്പോർഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ് ടേംസ് എന്ന് പറയുന്നത്? ഈ റേഷ്യോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ക്വാണ്ടിറ്റീസ് ഇല്ലേ? അരക്കപ്പ്, 1 കപ്പ് എന്നൊക്കെ പറഞ്ഞ ക്വാണ്ടിറ്റീസ് ഇല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടേമുകൾ എന്ന് പറയുന്നത്. സോ ഈ എയും ബിയിനെയും വിളിക്കുന്ന പേരാണെന്ത്? ടേംസ്. ഇപ്പൊ ഒരു റേഷ്യോയിലെ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലുപയോഗിക്കുന്ന നമ്പേഴ്സുകൾ. ഓക്കെ, ഇനി ആന്റിസിഡന്റ്. എന്താണ് ആന്റിസിഡന്റ് എന്ന് പറയുന്നത്? ഇതിലെ ആദ്യ ക്വാണ്ടിറ്റി അഥവാ എനെ പറയുന്ന പേരാണെന്ത്? ആന്റിസിഡന്റ്. ആദ്യ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് ആന്റിസിഡന്റ്. ഇനി കോൺസിക്വന്റ്. എന്താണ് കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ? സെക്കൻഡ് ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണെന്ത്? കോൺസിക്വന്റ്. അപ്പൊ ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ വല്ല പേര് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ വന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് അതൊന്ന് അറിഞ്ഞിരിക്കുക. ആന്റിസിഡന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാണ്ടിറ്റി ഫസ്റ്റ് ടേം, കോൺസിക്വന്റ് എന്ന് പറയുന്ന റേഷ്യോയിലെ സെക്കൻഡ് ടേം. Okay, if both the terms of a ratio are multiplied or divided by the same non-zero number, the ratio remains unchanged. Okay, ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ റേഷ്യോയ്ക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. നേരത്തെ അരി ഉഴുന്നും പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, 1 കപ്പിന് അര കപ്പ് എന്ന് പറഞ്ഞത്, അപ്പം നമ്മൾ 2നെ എന്തുകൊണ്ട് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ 2 കപ്പിന് 1 കപ്പ് ആ ഒരു കണക്കിലേക്ക് വരും. ഓക്കെ, അപ്പൊ അവിടെ നമ്മളുടെ അളവ് തെറ്റിയിട്ട് ഇതെന്താണ്? റേഷ്യോ തെറ്റിയിട്ട് ഈ മാവ് പരുവല്ലാതാവുകയോ അങ്ങനെ വല്ല ആവുന്നുണ്ടോ? ഇല്ല, കാരണം നമ്മൾ ഒരേ സംഖ്യ കൊണ്ടാണ് 2നെയും മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഒരേ സംഖ്യ കൊണ്ട് 2നെയും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ റേഷ്യോയ്ക്ക് എന്തുണ്ടാകില്ല? മാറ്റം ഉണ്ടാകില്ല. അതേസമയം അഡീഷനോ സബ്ട്രാക്ഷനോ പോസിബിൾ അല്ല കേട്ടോ. അപ്പോ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ റേഷ്യോയ്ക്ക് മാറ്റം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ പണ്ട് കുഞ്ഞിലെ എന്താണ് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ അതിനെ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് മാറ്റുന്നത്. കാരണം ഫ്രാക്ഷന് മാറ്റം ഉണ്ടാകത്തില്ല. ഫ്രാക്ഷൻ ഏത് ഫോമിലാണ് നടക്കുന്നേ? റേഷ്യോയുടെ ഫോമിലല്ലേ? അപ്പൊ ഒരേ സംഖ്യ കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് എഴുതിയാലും എന്തുണ്ടാകില്ല? മാറ്റം ഉണ്ടാകില്ല. ആക്ച്വലി ആ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മുടെ റേഷ്യോയുടെ കാര്യങ്ങളും ഒക്കെ വരുന്നത്. അല്ലാതെ പുതിയൊരു സാധനമോ പുതിയൊരു സംഭവമോ ഒന്നുമല്ല കേട്ടോ. യെസ്, അടുത്ത് ഇനി കോമ്പോസിഷൻ ഓഫ് റേഷ്യോസ്. നമ്മൾ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ അടുത്ത് വേറെ പുതിയ റേഷ്യോസുകൾ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമുക്ക് മെയിൻ സാധനം എന്താണ്? അടുത്ത പ്രൊപ്പോർഷൻ കാര്യങ്ങളാണ്. ബട്ട് ജസ്റ്റ്
ഇതെന്താകുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ട്. ഓക്കെ, എന്താണ് കോമ്പൗണ്ട് ഓഫ് എ റേഷ്യോ എന്ന് പറയുന്നത്? A:B എന്ന് പറയുന്ന ഒരു റേഷ്യോയും C:D എന്ന് പറയുന്ന ഒരു റേഷ്യോയും ആണെങ്കിൽ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് A ടൈംസ് C B ടൈംസ് D. ഓക്കെ, അതെങ്ങനെ വരും? A/B C/D എന്ന് പറയുന്ന രണ്ട് റേഷ്യോസ് ആണെങ്കിൽ അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ റേഷ്യോനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് റേഷ്യോ ഓഫ് A:B ആൻഡ് C:D എന്ന് പറയുന്നത് A ടൈംസ് C B ടൈംസ് D എന്ന് പറയുന്ന പുതിയൊരു റേഷ്യോ ആണ്. ഇത് ഈക്വൽ ഒന്നുമല്ല പറയുന്നത്, കുറച്ച് പുതിയ ടൈപ്പ് ഓഫ് റേഷ്യോസ് ആണ് കേട്ടോ. അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ്. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്? A:B യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A² B². സോറി, ഇവിടെ ചെറിയൊരു ടൈപ്പ് പറഞ്ഞുണ്ട്. A² B². ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്നത് എന്താണ്? A² B² ആണ്. അടുത്ത ട്രിപ്ലിക്കേറ്റ്. എന്താണ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B, അല്ലാതെ A:B ഈക്വൽ ടു A³ എന്നൊന്നും അല്ല. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B. A:B യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A³ എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് A:B ഏതെങ്കിലും ഒരെണ്ണത്തിനോട് ഈക്വൽ ആണെങ്കിൽ A³ B³ അടുത്ത് നമ്മൾ ഏതിനാണോ ഈക്വൽ ആയത് അതിന്റെ ക്യൂബിനും ഈക്വൽ ആകും. ഓക്കെ, അത് അങ്ങനെ തന്നെ ഈക്വൽ ആയിട്ടൊക്കെ വരും. അല്ലാതെ A:B അതിന് ഈക്വൽ ആണ് എന്നുള്ളതല്ല കോൺസെപ്റ്റ്. ഓക്കെ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ എന്താ? A³ B³ ആണ്. അടുത്ത് സബ് ഡ്യൂപ്ലിക്കേറ്റ്. എന്താണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്ന √A:√B നെയാണ്. ഇതൊക്കെ ജസ്റ്റ് പേരുകളൊന്നും അറിഞ്ഞ് ജസ്റ്റ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഇതല്ല മെയിൻ. എന്താണ് മെയിൻ? അടുത്ത് പഠിക്കാൻ പോകുന്ന പ്രൊപ്പോർഷൻ ആണ് മെയിൻ. അടുത്ത് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബിക് റൂട്ട് ഓഫ് A ക്യൂബിക് റൂട്ട് ഓഫ് B. അപ്പൊ നമുക്ക് റേഷ്യോയിൽ മുകളിലും താഴേക്ക് ക്യൂബിക് റൂട്ട് എടുക്കാം കേട്ടോ പിള്ളേരെ. അപ്പോ അല്ലാതെ നമുക്ക് ക്യൂബിക് റൂട്ട് ഒന്നും എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോ അയ്യോ ക്യൂബൊക്കെ കിടക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും സാറേ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. എന്ത് ചെയ്താൽ മതി? ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. സോ സബ് ട്രിപ്ലിക്കേറ്റ്. ഓക്കെ, അടുത്ത റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്നത് എന്താണ്? 1/A:1/B നെയാണ് റെസിപ്രോക്കൽ റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എന്താണിത് എന്നുള്ളതാണ്, അല്ലാതെ A:B ഇതിനൊന്നും ഈക്വൽ അല്ല. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B ആണ് A² B². ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B ആണ് എന്ത്? A³ B³. അല്ലാതെ A:B അതിന് ഈക്വൽ ആണ് എന്നുള്ളതല്ല കേട്ടോ മക്കളെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതിനൊരു ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്? റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രൊപ്പോർഷൻ. എന്താണ് മക്കളെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ? 4 ക്വാണ്ടിറ്റീസ് പ്രൊപ്പോർഷനിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 തമ്മിലുള്ള റേഷ്യോയും രണ്ടാമത്തെ 2 തമ്മിലുള്ള റേഷ്യോയും തുല്യമാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആദ്യത്തെ 2 അതായത് A:B C:D തുല്യമാണ് എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ABCD പ്രൊപ്പോർഷനിലാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ A-Bയിൽ നിന്ന് എങ്ങനെയാണോ മാറ്റം ഉണ്ടായത് അതുപോലെയാണ് C-യിൽ നിന്ന് D-ക്ക് മാറ്റം സംഭവിച്ചത്. ഓക്കെ, ആ ഒരു ചേഞ്ചസ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊപ്പോർഷൻ. പണ്ട് നിങ്ങൾ എന്താണ് പണ്ട് മറ്റേ പസിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുമ്പോ നമ്മൾ ആലോചിച്ചിട്ടില്ലേ? കുറച്ച് വേർഡിങ്സ് എഴുതിയിട്ടുണ്ടാവും. ഈസ് ടു ഇത് എന്താണ് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്താ? പണ്ട് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ EVS നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കൗ ഈസ് ടു കാഫ്. ഓക്കെ, അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ലയൺ ഈസ് ടു എന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചില്ലേ? അപ്പൊ നമ്മൾ അവർ ആദ്യത്തെ തമ്മിലുള്ള റിലേഷൻ നോക്കും. അതേപോലെയാണ് രണ്ടാമത്തെ ഭാഗവും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്ന് പറയും. സോ ലയൺ ഈസ് ടു കപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു മോഡലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് പഠിച്ചിട്ടുണ്ട്. അതേ സാധനം തന്നെയാണ് ഇതും. ഓക്കെ, A ഈസ് ടു B. ഓക്കെ, C ഈസ് ടു D ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എങ്ങനെയാണോ B ഉണ്ടായത് അതുപോലെയാണ് സിയിൽ നിന്ന് D ഉണ്ടായത്. എന്റെ ഡബിൾ ആണ് B എങ്കിൽ സിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? D എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷനോ അല്ലെങ്കിൽ നമ്മുടെ മാത്തമെറ്റിക്കൽ റിലേഷൻ ആണ് കേട്ടോ. അല്ലാതെ എന്താണ് എക്ക് 2 എടുത്തു, ബിക്ക് എന്തെടുത്തു? 2ന്റെ എന്തെങ്കിലും ഒരു
2ന്റെ ലെറ്റേഴ്സിന്റെ എണ്ണം എന്നൊന്നും പറഞ്ഞ ലോജിക്കൽ തിങ്കിങ് അല്ല, നമ്മളെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ മെന്റൽ എബിലിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പം ലോജിക്കൽ തിങ്കിങ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, എന്ത് ചേഞ്ച് ആണോ എയിൽ നിന്ന് ബിയിലോട്ട് ഉണ്ടായത് അതുപോലെ ആയിരിക്കും സിയിൽ നിന്ന് ഡിയിലോട്ടും ഉണ്ടാകുന്നത്. ഓക്കെ, കൂട്ടുന്നത് കുറയ്ക്കുന്നതല്ല, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ് നമ്മളുടെ മെയിൻ ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന സാധനം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സോ 4 ക്വാണ്ടിറ്റീസ് എ ബി സി ഡി പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞാൽ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് മക്കളെ? എ ബൈ ബി ഈക്വൽ സി ബൈ ഡി ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ ബി ഈക്വൽസ് എ ബി സി ഡി പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞാൽ എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി ആയിരിക്കും. ബേസിക് ആയിട്ട് അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളുമാണ്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആയിട്ട് 4 ക്വാണ്ടിറ്റീസ് പ്രൊപ്പോർഷനിലാണെന്നുള്ള ഒരു വാക്കാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ മക്കളെ അപ്പൊ തന്നെ മനസ്സിലാക്കുക എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ തന്നെ ടേംസ്. ഇതിലപ്പോ ടേംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ടേംസ്? എ ബി സി ഡി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടേംസ് എന്ന് പറയുന്നത്. എനെ പറയുന്നത് ഫസ്റ്റ് ടേം, ബിനെ പറയുന്നത് സെക്കൻഡ് ടേം, സിനെ പറയുന്നത് തേർഡ് ടേം, ഡിനെ പറയുന്നത് ഫോർത്ത് ടേം. ഇനി എക്സ്ട്രീംസ്. എന്താണ് എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എക്സ്ട്രീമാണ്, അങ്ങ് അറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ് അല്ലെ? എക്സ്ട്രീം ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്, അറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അവരെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ട്രീംസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ റേഷ്യോ എഴുതുമ്പോഴത്തേക്ക് അറ്റത്ത് കിടക്കുന്ന ആരൊക്കെയാ? എയും ഡിയുമാണ്. സോ എനെയും അതായത് ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ട്രീംസ്. ഓക്കെ, അഥവാ എൻഡ് ടേംസ്. എൻഡ് ടേംസ് അഥവാ എക്സ്ട്രീംസ് എന്ന് പറയുന്ന ആരെയാണ്? എ ആൻഡ് ഡി. ഇനി മീൻസ്. എന്തിനാണ് മീൻസ് എന്ന് പറയുന്നത്? നോക്കിക്കേ, മീൻസ് അഥവാ മിഡിൽ ടേം. മിഡിൽ ആരാ കിടക്കുന്ന മക്കളെ? ബിയും സിയുമാണ്. സെക്കൻഡ് ടേമും തേർഡ് ടേമുമാണ് മിഡിൽ കിടക്കുന്നത്. സോ ബി ആൻഡ് സി ആർ കാൾഡ് മീൻസ് അഥവാ മിഡിൽ ടേം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മീൻസ് എക്സ്ട്രീം എന്നുള്ള വാക്ക് വ്യക്തമായിട്ട് അറിയുക. നേരത്തെ പറഞ്ഞ വാക്കുകൾ പോലെയല്ല, മീൻസ് എക്സ്ട്രീം നല്ല വ്യക്തമായിട്ട് അറിയുക. കാരണം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചിലപ്പോൾ നമുക്ക് MCQലോ എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന രീതിക്കൊക്കെ ചോദ്യങ്ങൾ വന്നാലും നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുക. ഓക്കെ, എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയാണ് എക്സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ടേമിനെയും തേർഡ് ടേമിനെയാണ് എന്തെന്ന് പറയുന്നത്? മീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. യെസ്, അടുത്തെങ്കിൽ നമുക്ക് എ ഈസ് ടു ബി ഈക്വൽ സി ഈസ് ടു ഡി പ്രൊപ്പോർഷനിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം മക്കളെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? എ ടൈംസ് ഡി ചെയ്യാം, ബി ടൈംസ് സി ചെയ്യാം അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? എ ടൈംസ് ഡി, അടുത്ത് ബി ടൈംസ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞാൽ എന്ത് പറയാം മക്കളെ? എ ടൈംസ് ഡി ഈക്വൽസ് ബി ടൈംസ് സി. എയും ഡിയും എന്താണ്? എക്സ്ട്രീംസ് ആണ്. ബിയും സിയും എന്താണ്? മീൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽസ് പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. ഓക്കെ, അപ്പൊ 4 ക്വാണ്ടിറ്റീസ് പ്രൊപ്പോർഷനിലാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ആണ്. ഓക്കെ, ബേസിക് ആയിട്ട് അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളപ്പോ ബേസിക് ആയിട്ട് ഇത് അറിഞ്ഞിരിക്കുക. അപ്പോ പ്രൊപ്പോർഷന്റെ കാര്യങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് പോകാമല്ലോ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രൊപ്പോർഷൻ ആണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും മക്കളെ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ഓക്കെ, വെറുതെ പ്രൊപ്പോർഷൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് നേരത്തെ നമ്മൾ പഠിച്ച പ്രൊപ്പോർഷനെ സൂചിപ്പിക്കുന്നു. അതേസമയം കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ, അതേസമയം എന്താണ് മക്കളെ? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന സാധനത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തെറ്റിച്ച് വെക്കരുതേ. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. പക്ഷെ നമുക്ക് മാർക്ക് പോകാൻ ആ ഒരു ചെറിയ വ്യത്യാസം മതി കേട്ടോ. അപ്പൊ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എ ബി സി ഡി പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞാൽ എ ബൈ ബി ഈക്വൽ സി ബൈ ഡി ആണ്. ഇനി കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ, ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. 3 non-zero quantities. എന്താണ്? 3 non-zero quantities of the same kind are in the same unit are said to be continued proportion. ബേസിക് ആയിട്ട് അത് 3 ക്വാണ്ടിറ്റികൾ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ the ratio of first to the second, ആദ്യത്തെ 2 തമ്മിലുള്ള റേഷ്യോയും
സെയിം ആസ് ദ റേഷ്യോ ഓഫ് സെക്കൻഡ് ടു ദ തേർഡ്. രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ള റേഷ്യോ, രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? സെയിം ആണ്. അതായത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. മറ്റേ നമുക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ? ആദ്യത്തെ രണ്ടുപേര് മൂന്നാമത്തെ നാലാമത്തെ ആൾ. അപ്പം അവര് തമ്മിൽ ഒരു കണക്ഷൻ ആയിട്ട് വരുന്നില്ല, തുടർന്ന് ഇങ്ങനെ പോകില്ല. ഇത് തുടർന്ന് പോകുന്നുണ്ട്, ആദ്യത്തെ രണ്ടും രണ്ടാമത്തെ മൂന്നും. ഓക്കെ, അങ്ങനെ നമ്മൾ തുടർന്ന് പോകുന്നുണ്ട്. അതിനെയാണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ വരും? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ, മൂന്ന് ക്വാണ്ടിറ്റീസ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എ ബൈ ബി ഈക്വൽസ് എന്ത് വരും? ബി ബൈ സി വരും. എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി വരും. ഓക്കെ, അവിടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി പറയാൻ പറ്റുമോ? ഇല്ല. കണ്ടിന്യൂഡ് ആണെങ്കിൽ മാത്രമേ എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഡിയും കൂടെ ഉണ്ടെങ്കിലോ അടുത്ത് വേറെ എങ്ങനെ വരും? സി ബൈ ഡി എന്ന് വരും. ഓക്കെ, പ്രൊപ്പോർഷൻ മാത്രമാണെങ്കിൽ നടുക്കുള്ള ആളെ പറയാൻ പറ്റുമോ? ഇല്ല. എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കണ്ടിന്യൂഡ് ആണെങ്കിൽ എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി ഈക്വൽസ് സി ബൈ ഡി. അപ്പൊ പലർക്കും തെറ്റുന്നത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷനിൽ പ്രൊപ്പോർഷൻ എന്ന് മാത്രം കണ്ടിട്ട് മറ്റേത് വെച്ച് ചെയ്തു വെക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു സാധനം വിട്ടുപോയത് കാരണം ആൻസർ പൂർണ്ണമാക്കാൻ പറ്റാതെയൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡ് ചെയ്യുന്ന ആരോ അതാണ് അടുത്ത് തുടങ്ങുന്നത് കേട്ടോ. പ്രൊപ്പോർഷനിലെ സാധനം തന്നെ അതിൽ കുറച്ചും കൂടെ ഒരു പ്രോപ്പർട്ടി കയറി വരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? എ ബി സി ആർ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എ ഈസ് ടു ബി ഈക്വൽസ് ബി ഈസ് ടു സി. അതാണ് നമ്മൾ അവിടെ എഴുതിയത്. ഇനി അതാണ് നമ്മൾ ഇവിടെ അടുത്തൊന്ന് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, 3 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ട്, എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ് തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. അവര് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എ ബൈ ബി ഈക്വൽസ്, ഓക്കെ, എന്താണ്? എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി ഈക്വൽസ് സി ബൈ ഡി ഈക്വൽസ് ഡി ബൈ ഇ ഈക്വൽസ്, അങ്ങനെ അത് തുടർന്ന് പൊക്കോണ്ടിരിക്കും. ഓക്കെ, അതെന്ത് ചെയ്യും? തുടർന്ന് പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഡി ബൈ സി ഈക്വൽസ് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ തുടർന്ന് പോകും. ക്ലിയർ ആണല്ലോ? അപ്പോ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡ് ചെയ്യുന്ന ആൾ അടുത്തിങ്ങനെ തുടങ്ങും. ആ ഒരു മോഡലിലാണ് പോകുന്നത്. അത് എപ്പോഴും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് അടുത്ത പ്രോപ്പർട്ടിയിൽ അത് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. മീൻ, ഇവിടെ നമ്മൾ പറയുന്നത് ബിനെയാണ് എന്തെന്ന് പറയുന്ന മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് സി. നമുക്കറിയാം മിഡിൽ ടേമിനെയാണ് നമ്മള് മീൻ എന്ന് പറയുന്നത്. ഇവിടെ മിഡിലിൽ വരുന്ന രണ്ടാൾക്കാരും ആര് തന്നെയാണ്? ബി തന്നെയാണ്. സോ ബിനെയാണ് എന്ത് പറയുന്നത്? മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു സാധനം കൂടെ എഴുതാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നോക്കിക്കേ. ബി സ്ക്വയർ ഈക്വൽസ് എ സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മീൻ പ്രൊപ്പോർഷൻ ആണെങ്കിൽ, സോറി, കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ, ഓക്കെ, സ്ക്വയർ ഓഫ് ദ മീൻ ഈക്വൽസ് എ സി. ഓക്കെ, സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ ഈക്വൽസ് എ സി എന്ന് പറഞ്ഞ് കിട്ടും. ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ഇത് വെച്ച് മിക്കവാറും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് തേർഡ് ക്വാണ്ടിറ്റി. എന്തിനാണ് തേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന? മൂന്നാമത്തെ ആള് എ ബി സി, മൂന്നാമത്തെ ആളാരാ? സി. ഓക്കെ, തേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആരെയാണ്? സി. സി ഈസ് കാൾഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ടു എ ആൻഡ് ബി. എക്കും ബിക്കും കണക്ട് ചെയ്യുന്ന തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ആരെയാണ്? സീനെയാണ്. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷന്റെ കേസാണ് ഈ പറഞ്ഞത് കേട്ടോ. തുടർന്ന് കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി, ആ മോഡലിന് വരും. വെറും പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി. ബി ബൈ സി എന്ന് പറഞ്ഞ സാധനം നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പ്രൊപ്പോർഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് എന്തായാലും പരീക്ഷിക്കും. പ്രത്യേകിച്ച് ഈ സാധനം താഴെ കിടക്കുന്ന കമ്പോണന്റോ ആയിട്ട് ഡിവിഡന്റോ, രണ്ട് പ്രോപ്പർട്ടീസിന്റെ ഒരു കോമ്പിനേഷൻ ആണിത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. എന്താണ് ഇൻവേർട്ടന്റോ? പേര് പോലെ തന്നെയാണ് ഇൻവേർട്ടന്റോ. നമ്മുടെ പ്രൊപ്പോർഷൻ പറഞ്ഞ എങ്ങനെയാ പ്രൊപ്പോർഷൻ വരുന്നേ? എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി ആണ്. അതിന്റെ പ്രൊപ്പോർഷൻഡോ എന്ന് പറഞ്ഞാൽ എന്തായി? സോറി, ഇൻവേർട്ടന്റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ബൈ എ. ഇൻവേർട്ടന്റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ബൈ എ ഈക്വൽസ്, സോറി, അത് നമുക്ക് മുകളിൽ എഴുതി വെക്കാം. അപ്പൊ ബാക്കിയുള്ളത് എഴുതി പോവാം. ഓക്കെ, നമ്മളെ പ്രൊപ്പോർഷൻ എന്താണ്? എ ബൈ ബി ഈക്വൽസ് സി ബൈ ഡി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻവേർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവേർട്ടൻഡോ A:B=C:D ആണെങ്കിൽ B:A=D:C എന്ന് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഇൻവേർട്ട് ചെയ്യുന്നു, അതാണ് ഇൻവേർട്ടൻഡോ. ഓക്കെ, AB-നെ ഇൻവേർട്ട് ചെയ്തു, CD-നെ ഇൻവേർട്ട് ചെയ്തു. ഓക്കെ, ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താണ്? റെസിപ്രോക്കൽ, പ്രൊപ്പോർഷന്റെ റെസിപ്രോക്കൽ, റേഷ്യോയുടെ റെസിപ്രോക്കൽ ചെയ്ത് അത് ഈക്വൽ ആയിട്ട് വരും എന്നാണ് പറയുന്നത് ബേസിക് ആയിട്ട്. അടുത്തത് ഓൾട്ടർനെന്റോ. എന്താണ് ഓൾട്ടർനെന്റോ എന്ന് പറഞ്ഞാൽ? എന്താ? ഓൾട്ടർനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബിനെ മുകളിലോട്ട് എടുത്ത് സീനെ താഴോട്ട് കൊണ്ടുവന്നൂടെ? അത്രേ ഉള്ളൂ. ഇവിടെ ഡിവിഷൻ ആയിരുന്ന ബി നേരെ മുകളിലോട്ട് കയറും, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന സി നേരെ താഴോട്ട് വരും. പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എന്ത് വരും അപ്പൊ? അത് A/C=B/D. നമ്മളെ സാധാരണ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം സാധനം കുറച്ച് പേരുകളും ഇട്ട്, കുറച്ച് ഭംഗിയുള്ള കുറച്ച് പേരുകളൊക്കെ ഇട്ട്, പറയാൻ കടുകട്ടിയായിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ ഇട്ട് അവരതിനെ പോളിഷ് ചെയ്തെടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഈ പേരുകളൊക്കെ അറിഞ്ഞിരിക്കണേ. കാരണം പരീക്ഷ എഴുതുമ്പോ, റീസൺ എഴുതുമ്പോ ആൾട്ടർനെന്റോ ബൈ ഡിവിഡന്റോ ബൈ കമ്പോണന്റോ ബൈ ഇൻവേർട്ടന്റോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാനുള്ളതാണ്. പരീക്ഷ പേപ്പറിൽ ഒരു ഗുമ്മ ഉണ്ട്. ഓക്കെ, ഗുമ്മിനെല്ലാം മാർക്കിനാണ് കേട്ടോ. അപ്പോ കമ്പോണന്റോ. അടുത്തെന്താണ്? കമ്പോണന്റോ. എന്താണ് കമ്പോണന്റോ എന്ന് പറയുന്നത്? താഴത്തെ ക്വാണ്ടിറ്റിയെ ആഡ് ചെയ്യുന്നു, താഴത്തെ ക്വാണ്ടിറ്റിയെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ വന്നാലും അത് ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയാ വരുന്നേ? A+B/D ഈക്വൽസ് C+D/D. ഓക്കെ, ബേസിക് ആയിട്ട് പറഞ്ഞത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ A/B നമുക്കറിയാം, രണ്ട് സൈഡും ഒരു +1 ഇട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡ് ഇക്വേഷന്റെ രണ്ട് സൈഡ് ഒരേ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമല്ലോ, മാറ്റം വരോ? ഇല്ല. അപ്പൊ രണ്ട് സൈഡും നമ്മൾ +1 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കിട്ടും. എങ്ങനെയാ നോക്കിക്കേ, ഇവിടെ ഞാൻ രണ്ട് സൈഡും +1 ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, ക്രോസ് +1 ഇട്ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? A+B/D C+D/D എന്ന് പറഞ്ഞു വരും. അതല്ലേ ഇവിടെ എഴുതിയിട്ടുള്ള മക്കളെ? അത്രേ ഉള്ളൂ. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്താണെന്ത്? ഡിവിഡന്റോ. എന്താണ്? ഡിവിഡന്റോ. ഇവിടെ നമ്മൾ +1 ഇട്ടപ്പോ കിട്ടിയ സാധനമാണെങ്കിൽ അടുത്തിനി എന്താ ചെയ്യാൻ പോകുന്നത്? -1. ഓക്കെ, +1 ഇട്ടാൽ എന്നും കൂടെ അവിടെ ഇടണം, -1 കൂടെ ഇടണം. അപ്പം -1 ഇട്ട് നോക്കിയേ, -1 ഇട്ട് നമ്മൾ ചെയ്ത് നോക്കിയേ എന്ത് വരും? ഇവിടെ ക്രോസ് ചെയ്താൽ A-B/B, ഇവിടെ ക്രോസ് ചെയ്യുമ്പോഴോ C-D/D. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡന്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? A-B/B ഈക്വൽസ് C-D/D. ഓക്കെ, ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡന്റോ. അപ്പൊ കമ്പോണന്റോ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തെ ക്വാണ്ടിറ്റിയും കൂടെ മുകളിലോട്ട് ആഡ് ചെയ്യുന്നു, മാറ്റം വരത്തില്ല. ഡിവിഡന്റോ എന്ന് പറഞ്ഞാലോ മാറ്റം വരില്ല എന്ന് വെച്ചാൽ ഈക്വൽ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഷ്യോക്കൊക്കെ മാറ്റം വരും, വാല്യൂ മാറും, പക്ഷെ അത് ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ഡിവിഡന്റോ എന്ന് പറഞ്ഞാലോ താഴത്തെ ക്വാണ്ടിറ്റി മുകളിലേക്ക് സബ്ട്രാക്ട് ചെയ്യുന്നു. ഇനി കമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ ഒരു മെർജിങ് ആണ്. ഓക്കെ, കമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? A+B ബൈ, നോക്കിക്കേ, മുകളിൽ ആഡ് ചെയ്തു A+B, താഴെ വരുമ്പോഴോ A-B ഈക്വൽസ് എന്തായിരിക്കും? C+D ബൈ താഴെ എന്തായിരിക്കും? C-D. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? കമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കമ്പോണന്റ് ആൻഡ് ഡിവിഡന്റോ ഒരു ചോദ്യമെങ്കിലും മസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇൻവേർട്ടന്റോ എന്ന് പറഞ്ഞാൽ എന്താ? B:A ഈക്വൽസ് D:C. ജസ്റ്റ് അത് ഇൻവേർട്ട് ചെയ്യുന്നു. ഓൾട്ടർനെന്റോ എന്ന് പറഞ്ഞാൽ എന്താ? A:C ഈക്വൽസ് D:D. അങ്ങോട്ടും ഇങ്ങോട്ട് ഓൾട്ടർനേറ്റ് ചെയ്യുന്നു. കമ്പോണന്റോ എന്ന് പറഞ്ഞാൽ എന്താ? A+B ഈക്വൽസ് C+D:D. മുകളിലോട്ട് ആഡ് ചെയ്യുന്നു. ഡിവിഡന്റോ എന്ന് പറഞ്ഞാൽ എന്താ? A-B ഈക്വൽസ് C-D:D. മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. ഇനി കമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ C&D. ഓക്കെ, കമ്പോണന്റ് ആൻഡ് ഡിവിഡന്റോ C&D എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു, താഴേക്ക് സബ്ട്രാക്ട് ചെയ്യുന്നു. A+B A-B ഈക്വൽ C+D:C-D. ഓക്കെ, പേരുകളും അതിന്റെ പ്രോപ്പർട്ടീസും ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്ത് പേരുകളും കൂടെ എഴുതി യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തിനി, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? റേഷ്യോ എന്താന്ന് പറഞ്ഞു,
ഓക്കെ, 2-3 കോമ്പോസിഷൻ ഓഫ് റേഷ്യോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. റേഷ്യോ എന്താണെന്നുള്ളതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതിനുശേഷം എന്താ പറഞ്ഞേ, പ്രൊപ്പോർഷൻ നമ്മൾ പറഞ്ഞു, പ്രൊപ്പോർഷന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞു, കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ പറഞ്ഞു. ഇത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത് ഇവിടെ നോക്കിക്കേ, 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. The given table shows the distance covered and the time taken by a train moving at a uniform speed along a straight track. യൂണിഫോം സ്പീഡ് സെയിം ആയിരുന്നു. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഈക്വൽസ് എന്താണ്? സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഡ്. അപ്പൊ അത് സ്പീഡ് യൂണിഫോം ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന റേഷ്യോ സെയിം ആയിരുന്നു. ഇത് റേഷ്യോയും ഈ റേഷ്യോയും ഒക്കെ എന്താണ്? സെയിം ആണെന്നാണ് പറഞ്ഞത്. അതായത് അത് പ്രൊപ്പോർഷനിലായിരുന്നു. എന്തിലായിരുന്നു? പ്രൊപ്പോർഷനിലായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? സ്പീഡ് യൂണിഫോം ആയിരുന്നത് കൊണ്ട്, യൂണിഫോം സ്പീഡ് ആയിരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? 60/2 ഈക്വൽസ് 90/x ഈക്വൽസ് y/5. ഓക്കെ, അവര് യൂണിഫോം ആയിരുന്നു, ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എല്ലായിടത്തും ഒരുപോലെയാണ്. ഏത് ഡിസ്റ്റൻസ് എടുത്താലും ബൈ ടൈം, അതിന്റെ പർട്ടിക്കുലർ ടൈം എടുക്കുമ്പോൾ അത് സ്പീഡിന് മാറ്റം വരത്തില്ല. ഇനി ആദ്യം നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഏതൊക്കെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം? ആദ്യത്തെ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? 1 വരും, ഇവിടെ എത്ര വരും? 30 വരും. അപ്പൊ ആദ്യത്തെ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 30 ഈക്വൽ ടു 90/x. ക്രോസ് ചെയ്ത് എങ്ങനെ വരും? x ഈക്വൽ ടു 90/30. ക്യാൻസൽ ചെയ്തിട്ട് എന്ത് കിട്ടും? x ഈക്വൽസ് 3. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 3 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം? എയും സിയും ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷെ നമുക്ക് അതിലോട്ട് എത്തണ്ട, ജസ്റ്റ് അടുത്ത് വൈയും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്. വൈ ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം y/5 ഈക്വൽസ് 30. 30/1 ഉണ്ട്, 1ന്റെ ആവശ്യമില്ല, 30. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്ത് എഴുതാം? y ഈക്വൽ ടു 30 × 5 ഈക്വൽ ടു എത്ര വരും? 150. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി x ഈക്വൽ ടു 3യും y ഈക്വൽ ടു 150യും. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത്, ഇഫ് a plus b the whole cube by a minus b the whole cube equal to 64/27. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് എന്ത് എടുക്കാം? ക്യൂബിക് റൂട്ട് എടുക്കാം. നോർമൽ ആയിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്ന കണക്ക് തന്നെ. ഓക്കെ, സാറിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഒരുപോലെ ക്യൂബിക് റൂട്ട് എടുക്കാം. ഇവിടെ അതുപോലെ എന്ത് ചെയ്യാം? ക്യൂബിക് റൂട്ട് എടുക്കാം. ക്യൂബിക് റൂട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? നോക്കിക്കേ മക്കളെ, ക്യൂബിക് റൂട്ട് എടുത്തു എന്ന് വിചാരിച്ചാൽ ഇവിടെ a plus b the whole cube by a minus b the whole cube അതെന്തായിട്ട് മാറും? a plus b by a minus b equal to എന്ത് വരും? ക്യൂബിക് റൂട്ട് ഓഫ് 64 by ഓക്കെ, ഇതപ്പോ എ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ a plus b by a minus b ആണ് കണ്ടുപിടിക്കുന്നത്. എന്ത് വരും? ക്യൂബിക് റൂട്ട് ഓഫ് 27. ഓക്കെ, ക്യൂബിക് റൂട്ട് ഓഫ് 64 എന്തിന്റെ ക്യൂബാണ് മക്കളെ? 64 4ന്റെ ക്യൂബാണ് അല്ലെ? 4 times 4 16. 16 times 4 64. ഓക്കെ, 4 ക്യൂബ് ആണ് എന്ത്? 64 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ a plus b by a minus b എന്ത് കിട്ടും മക്കളെ? 64ന്റെ ക്യൂബിക് റൂട്ട് എത്രയാ? 4 ആണ്. ബൈ 27ന്റെ ക്യൂബിക് റൂട്ട് എന്താ മക്കളെ? 3 times 3 ആണ് എന്ത്? 9 times 3 ആണ് 27. സോ 3 ക്യൂബ് ആണ് എന്ത്? 27. സോ 27ന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. സോ a plus b by a minus b എന്ത് കിട്ടും മക്കളെ? 4/3 എന്ന് പറഞ്ഞ് കിട്ടും. സോ ആദ്യത്തെ ഉത്തരം നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും 4/3. അടുത്തത്, hence using properties of proportion find a is to b. അപ്പോ a/b യുടെ വാല്യൂ കണ്ടുപിടിക്കുക, a is to b ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്തുപയോഗിച്ചാണ്? പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷന്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ നേരത്തെ കുറെ സാധനങ്ങൾ വെറൈറ്റി പേരുകളൊക്കെ പഠിച്ചിട്ടില്ലേ? ആൾട്ടർനന്റോ, ഇൻവെർട്ടന്റോ, കമ്പോണന്റോ, ഡിവിഡന്റോ, കമ്പോണന്റ് ആൻഡ് ഡിവിഡന്റോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് വെറൈറ്റി പേരുകൾ പഠിച്ചില്ലേ? അതിലുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a minus b, a plus b by a minus b. a plus b യും a minus b യും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? a plus a 2a ആകും.
ബിയും ക്യാൻസൽ ചെയ്ത് പോകും. സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? എയും ക്യാൻസൽ ആയി പോകും. ബി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. ബി പ്ലസ് ബി 2b ആകും. അപ്പൊ നമുക്ക് സിമ്പിൾ നമ്മൾ മുകളിലോട്ട് ആഡ് ചെയ്യും, താഴെ സബ്ട്രാക്റ്റും ചെയ്താൽ 2a/2b കിട്ടും. മുകളിൽ ആഡ് ചെയ്യും, താഴെ സബ്ട്രാക്ട് ചെയ്യും ചെയ്യുന്ന എന്ത് പ്രോപ്പർട്ടിയാണ് മക്കളെ? കമ്പോണന്റ് ആൻഡ് ഡിവിഡൻഡോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബിയിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പോകുന്നേ? ബൈ കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ. ഓക്കെ, കമ്പോണന്റോയും ഡിവിഡൻഡോയുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? യൂസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ വരും? മുകളിൽ ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? a പ്ലസ് ബി പ്ലസ് a മൈനസ് ബി. ഓക്കെ, ബൈ താഴെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. a പ്ലസ് ബി മൈനസ് ഓഫ്. അപ്പൊ രണ്ടിനെയും മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ മൈനസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എ. മൈനസ് ഓഫ് മൈനസ് ബി. മൈനസ് ഓഫ് മൈനസ് ബി എന്താകും മക്കളെ? പ്ലസ് ബി ആകും. ഞാൻ ഒരു സ്റ്റെപ്പ് അവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടുക. അപ്പോഴാണ് അത് അകത്തോട്ട് വരുമ്പോഴാണ് ഇതാകുന്നത്. നിങ്ങൾക്ക് അത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് എഴുതാം. അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് എഴുതാം കേട്ടോ. കാരണം ഇതെങ്ങനെ വരും? a പ്ലസ് ബി മൈനസ് എ മൈനസ് ബി. ഓക്കെ, ഇത് അകത്തോട്ട് എടുക്കുമ്പോൾ മൈനസ് എ ആകും, ഇത് അകത്തോട്ട് എടുക്കുമ്പോൾ പ്ലസ് ബി ആകും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് എഴുതിയാൽ ഓക്കെ, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് ഇങ്ങനെയും എഴുതാം. പക്ഷെ എഴുതുമ്പോൾ തെറ്റിച്ചേരാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഈക്വൽ ടു അപ്പുറത്തെ സൈഡും ചെയ്യേണ്ട കമ്പോണന്റോ ഡിവിഡൻഡോ ചെയ്യണം. അപ്പൊ 4ഉം 3യും കൂടെ വരുമ്പോൾ മുകളിൽ എന്താകും? 4 പ്ലസ് 3 ബൈ താഴെ എന്ത് വരും? 4 മൈനസ് 3. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കിട്ടും? നോക്കിക്കാം മക്കളെ. a പ്ലസ് ഇവിടെ എയും കൂടെ എന്ത് കിട്ടും? 2a. എന്ത് വരും? 2a ബൈ താഴെ എന്ത് വരും? എയും ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയി പോകും. ഇവിടെ നോക്കിക്കേ, ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയി പോകും. ഇവിടെ എയും മൈനസ് എയും ക്യാൻസൽ ആയി പോകും. ബി പ്ലസ് ബി എന്ത് വരും? 2b വരും. ഈക്വൽ ടു എന്ത് വരും? 7 ബൈ 7 ബൈ താഴെ എത്ര വരും? 1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? സെയിം നമ്പർ അല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം a ബൈ ബി ഈക്വൽസ് 7 ബൈ 1. ഓക്കെ, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം മക്കളെ? a ഈസ് ടു b ഈക്വൽസ് 7 ഈസ് ടു 1 ആയില്ലേ? അപ്പോ ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ്, നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്? പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ അല്ലേ? കമ്പോണന്റോ ആയിട്ട് ഡിവിഡൻഡോ. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടി മക്കളെ? a ഈസ് ടു b ഈക്വൽസ് 7 ഈസ് ടു 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ കമ്പോണന്റോ ഡിവിഡൻഡോ മൊത്തം എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, സി ആൻഡ് ഡി എന്ന് എഴുതിയാലും മതി. ബട്ട് അത് എഴുതാൻ അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്തത് എന്താണ്? 2024 സ്പെസിമെനിലാണ്. അപ്പൊ നമുക്കിപ്പോ നോക്കിയാൽ മനസ്സിലാകും, ഒരു MCQ ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ഉള്ള ഒരു ചോദ്യം. അതായിരിക്കും എവിടെ നിന്ന് വരുന്നത്? നമ്മളെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. The table shows the value of x and y where x is proportional to y. ഇവിടെ തന്നിരിക്കുന്ന ടേബിള് എക്സ് വൈക്ക് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. എക്സും വൈയും പ്രൊപ്പോർഷണൽ ആണ്. എക്സിന്റെ ടേം വൈയോട് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തായിരിക്കും? എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. നേരത്തെ സ്പീഡ് പറഞ്ഞതുപോലെ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എക്സ് ബൈ വൈ എന്ന് പറയുന്ന റേഷ്യോ കോൺസ്റ്റന്റ് ആണ്, ഈക്വൽ ആയിരിക്കും. അപ്പൊ അതെങ്ങനെ വരും മക്കളെ? നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് എന്ത് പറയാം? 6 ബൈ എം ഈക്വൽസ് 12 by 18 equals n by 6. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മുകളിൽ 2 വരും, താഴെ 3 വരും. ഓക്കെ, മുകളിൽ 2 വരും, താഴെ 3 വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യ പാർട്ട് എടുക്കാം. ആദ്യ പാർട്ട് എടുത്താൽ എന്ത് കിട്ടും മക്കളെ? 6 by m. ഓക്കെ, ഇവിടെ എന്താണ്? 2 by 3 ആണ്. ഇവിടെ നിന്ന് എന്ത് പറയാം മക്കളെ? ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും 3 times 6 equals 2m. അഥവാ m equals 3 times 6 എത്രയാ മക്കളെ? 18 ആണ്. സോ 18 by 2 which is nothing but 9. അപ്പൊ എമ്മിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 9 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ എന്തും കണ്ടുപിടിക്കാം, എന്നും കണ്ടുപിടിക്കാം. എന്ന് കണ്ടുപിടിക്കാൻ ഏത് ഭാഗമാണ് വേണ്ടത്? ഈ ഒരു ഭാഗമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? n by 6 equals ഇവിടെ 2 by 3. ഓക്കെ, ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? n equals 2 times 6 by 3. എന്തൊക്കെ ക്യാൻസൽ ആകും? 3യും 6ഉം ക്യാൻസൽ ആയി 2 കിട്ടും. 2 times 2 എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 4 ആണ്.
അപ്പൊ നമുക്ക് ഇവിടുന്ന് m ഈക്വൽസ് 9 എന്ന് പറഞ്ഞ് കിട്ടി, n ഈക്വൽസ് 4 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ എത്രയാ മക്കളെ ആൻസർ? 9 4 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 6 വരുമ്പോ ഇവിടെ 9 വരും, ഇവിടെ 4 വരുമ്പോ ഇവിടെ 6 വരും. ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2/3 വരും. ഓക്കെ, ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താലും 2/3 വരും. സോ അവരൊരു പ്രൊപ്പോർഷനിലായിരിക്കും. അടുത്ത് 2024 സ്പെസിമെനിൽ അടുത്തൊരു ചോദ്യമാണ്. പെട്ടെന്ന് മക്കളെ ഈ ചാപ്റ്ററിൽ സത്യം പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരേ ഒരു പ്രശ്നം, ക്വസ്റ്റ്യനിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോ എന്തു പറ്റും? നമുക്കങ്ങ് ടെൻഷൻ കയറും. ടെൻഷൻ കയറിയിട്ട് അയ്യോ നമുക്കിത് എന്തായാലും ചെയ്യാൻ പറ്റൂല, നമുക്ക് ചെയ്യാൻ പറ്റൂല, ഇത് എന്തൊക്കെയോ സ്ക്വയറും അതും ഇതും, ഇത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ നമ്മൾ അങ്കലാപ്പിലാകും. ഓക്കെ, നമുക്കിത് ചെയ്താൽ ഇത് എന്ത് വരും, ഇവിടെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യണോ, ഇവിടെ പ്രൂവ് ചെയ്യാനൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ എന്തെടുത്തിട്ട് പ്രൂവ് ചെയ്യുന്നത്, എങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകും. അതോടുകൂടി എന്ത് പറ്റും? നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്താലും ശരിയാകത്തില്ല. ഓക്കെ, പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ്. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ സിമ്പിളായിട്ട് ചെയ്തത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. നമ്മൾ വേറെ ആരെങ്കിലും ചെയ്ത് കാണിക്കുമ്പോൾ അയ്യേ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത്രയ്ക്ക് ഈസിയാണ് സാധനങ്ങൾ. പക്ഷെ ഇങ്ങനത്തെ വലിയൊരു സാധനം കാണുമ്പോൾ നമ്മൾ എന്താകും? കംപ്ലീറ്റ്ലി നമ്മളെ കയ്യിൽ നിന്ന്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂവ് ദാറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ചെയ്യുമ്പോൾ ഇത് ആദ്യമേ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുത്തിട്ടിട്ട് ചെയ്തു പോകാൻ പറ്റുമോ? പാടില്ല. ഇതിങ്ങനെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കമ്പോണന്റ് ഡിവിഡന്റ് വെച്ചൊന്നും ചെയ്തു പോകരുത്. പ്രൂവ് ദാറ്റ് ചോദിച്ചാൽ അതിനർത്ഥം ഇവിടെ എന്തോ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതാണെങ്കിൽ ഇതാണെന്നാണ് പ്രൂവ് ചെയ്യാൻ. അപ്പൊ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? അത് ആദ്യം നോക്കുക. എ ബി സി എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ്. എ ബി സി കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിനർത്ഥം എന്താണ് മക്കളെ? എ ബി സി കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എ ബൈ ബി ഈക്വൽസ് ബി ബൈ സി. ഓക്കെ, ഇവിടെ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് നമ്മൾ എഴുതിയതാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. ബി സ്ക്വയർ ഈക്വൽസ് മീൻ സ്ക്വയർ ഈക്വൽസ് എ സി എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടേയും നമുക്ക് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരാനുള്ള സാധനങ്ങളാണ്. ഇത് ഇത്രയും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ നിന്നാണ് നമുക്ക് ഇത് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. പ്രൂവ് ദാറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ കയറി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യരുത്, LHS മാത്രം എടുക്കുക. എന്നിട്ട് അത് സോൾവ് ചെയ്ത് എന്തിലോട്ട് എത്തിക്കുക? RHSലോട്ട് എത്തിക്കുക. ഓക്കെ, LHS സോൾവ് ചെയ്ത് RHSലോട്ട് എത്തിക്കുക. അതാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ LHS സോൾവ് ചെയ്ത് ഒരിടത്തോട്ട് എത്തിക്കുക, RHS സോൾവ് ചെയ്ത് ഒരിടത്തോട്ട് എത്തിക്കുക. ആ എത്തിച്ച രണ്ട് സ്ഥലവും സെയിം ആണോ നോക്കുക. അതും അല്ലെങ്കിൽ RHS നിന്ന് തുടങ്ങി LHSലോട്ട് കൊണ്ടെത്തിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം LHS ആണ് ഇത്തിരി വലുത്. അപ്പൊ RHS തുടങ്ങി LHSലോട്ട് എത്തിക്കുന്നത് പാടാണ് അല്ലെ, വലുതിലോട്ട് എത്തിക്കുന്നത്. അതേസമയം വലുതിൽ തുടങ്ങി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് RHSലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ അതെടുക്കുക. അപ്പൊ ഈ കൂടെ ഈക്വൽ ടു കൂടെ എടുക്കല്ലേ മക്കളെ? പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമുക്ക് റേഷ്യൻ പ്രൊപ്പോർഷൻ പ്രോപ്പർട്ടീസ് വെച്ച് കമ്പോണന്റ് ഡിവിഡന്റ് ചാടിക്കറിയും അപ്ലൈ ചെയ്യും, ഇവിടെയും പ്ലസ് ചെയ്യും, ഇവിടെയും പ്ലസ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. അതൊക്കെ എപ്പോഴാ അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ? ഇതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആകുമ്പോൾ. ഇവിടെ ഈക്വൽ ആണെന്നാണോ പറഞ്ഞത്? അല്ല, ഈക്വൽ ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ ഇവിടെ അത് ചാടിക്കറി എടുത്ത് ചെയ്താൽ വേറെ ഏതെങ്കിലും ഒക്കെ അൽക്കുലത്ത് സ്ഥലത്ത് പോയി നിൽക്കും. ഓക്കെ, നമ്മളപ്പോ കംപ്ലീറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ടെൻഷൻ അടിച്ച് കയ്യിലക്കളായി. ഓക്കെ, കാരണം ഇത് ഇത്രയും ഇതായിട്ട് എളുപ്പമുള്ളത് നമുക്ക് 4 മാർക്കിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളാകെ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്രൂവ് ദാറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് യൂസ് ചെയ്യുക? പ്രൂവ് ദാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ ചോദ്യം നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടത്തെ ചോദ്യം നോക്കിക്കേ, ഇത് പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്ത് A:B കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇത് ഈക്വൽ ആണ്. നമുക്ക് ഇതെന്താണ്? ഈക്വൽ ആണ്. ഇത് ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് കാണിക്കാനില്ല. ഇത് ഈക്വൽ ആണ്, നമ്മൾ അതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. ഇനി ഇതിന് പ്രോപ്പർട്ടി ഉപയോഗിച്ച് A:B കണ്ടുപിടിക്കുകയാണ്. അല്ലാതെ ഇത് A:Bക്ക് ഈക്വൽ ആണെന്നോ ഒന്നുമല്ല നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അതേസമയം ഇവിടെ അതാണ് ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം അറിയാത്തതുകൊണ്ട് മാത്രം തെറ്റുന്ന കുറെ പേരുണ്ട്. അതാണ് ഇച്ചിരി സമയം എടുത്താലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇത് ഈക്വൽ അല്ല. ഓക്കെ, ഈക്വൽ അല്ല, ഈക്വൽ ആണ്. അതിലേക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് എത്തിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ചാടിക്കറി ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞ് എടുത്ത് നമ്മൾ ചെയ്യരുത്. ഓക്കെ, നിന്റെ കയ്യിൽ ആപ്പിൾ ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ നമ്മൾ എന്ത് പറയണം? ആപ്പിൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, എന്റെ കയ്യിൽ ആപ്പിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ?
ആപ്പിൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഇത്. അല്ല നിനക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, നിനക്ക് ജയിക്കാൻ പറ്റും എന്ന് നീ കാണിക്കാൻ പറഞ്ഞാൽ, ഓക്കെ, പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? ജയിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പരീക്ഷയ്ക്ക് ജയിച്ചാൽ നിനക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് മേടിച്ചെടുക്കുക. അതല്ലാതെ ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചാൽ എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ ജയിക്കും അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. അപ്പൊ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തളയിലെ ഒരു സൈഡ് മാത്രമേ എടുക്കാവൂ. പ്രൂവ് ദാറ്റ് ചോദ്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇതിൽ നിന്ന് തന്നെ നമ്മൾ സോൾവ് ചെയ്ത് ഇതിലേക്ക് എത്തിക്കുക. ഇത് നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കമ്പോണന്റോ ഡിവിഡന്റോ എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് എത്തിക്കാൻ പറ്റുക. ഓക്കെ, അങ്ങനെ എത്തിക്കാൻ പറ്റിയാലും മതി. ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് എത്തിക്കാൻ പറ്റിയാലും ഓക്കെ. അല്ലെങ്കിൽ ഇതിന്റെ LHS എടുത്ത് സോൾവ് ചെയ്ത് അതിലോട്ട് എത്തിക്കുക. ഓക്കെ, അല്ലാതെ ഇതെടുത്തല്ല നമ്മൾ പെരുമാറാനുള്ളത്. നമുക്ക് ഈക്വൽ ആണെന്ന് അറിയുന്ന ആരെങ്കിലും എടുത്തൊന്നെങ്കിൽ പെരുമാറുക, അല്ലെങ്കിൽ ഇതിൽ LHS എടുത്തിട്ട് RHSലോട്ട് എത്തിക്കുക. ഇവിടെ നമുക്ക് LHS നിന്ന് RHS എത്തിക്കുകയാണ് എളുപ്പം. അപ്പൊ നമുക്ക് അത് ചെയ്യാം. LHS, ഓക്കെ, LHS എന്താ സൂചിപ്പിക്കുന്നേ? 3a² plus 5ab plus 7b² by 3b² plus 5bc plus 7c² ഈക്വൽ ടു അത് എഴുതാൻ പാടുണ്ടോ? ഇല്ല, നമുക്ക് പ്രൂവ് ചെയ്യണം. അതിലേക്ക് ലാസ്റ്റ് സോൾവ് ചെയ്തുമ്പോ എത്തും. നമുക്ക് എത്തി കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോ ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് എന്തറിയാം? b² വാല്യൂ എന്താ? AC ആണ്. b² വാല്യൂ എന്താണ്? AC ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ നേരെ എഴുതിപ്പോ. ഓക്കെ, b² വാല്യൂ എന്താണ്? AC ആണ്. അപ്പൊ b² പകരം എന്താ എഴുതാം? AC എഴുതാം. a² c² അല്ല, b² വാല്യൂ ആണ് എന്ത് മക്കളെ? AC. അപ്പൊ b² പകരം ബിക്ക് പകരം അല്ല AC എഴുതുന്നത്. വ്യത്യാസം മനസ്സിലായി? അതും പലർക്കും തെറ്റുന്ന ഒരു സാധനമാണ്. b² = AC. യെസ്, b² = AC എന്ന് പറഞ്ഞ് ചാടിക്കറി ഇവിടെ എഴുതും. ബിക്ക് വരെ AC ഇട്ടിട്ട് പിന്നെ ഒരു സ്ക്വയറും കൂടെ ഇട്ട് വെക്കും. ഇടാൻ പാടുണ്ടോ? അല്ല. ഇത് മൊത്തത്തിലാണ്. ഈ ഒരു സാധനത്തിനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? AC എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സാധനം മാറ്റിയിട്ട് വേണം അവിടെ എന്ത് കൊടുക്കാൻ? AC പ്ലഗ് ഇൻ ചെയ്യാൻ. നമ്മുടെ AC അല്ല, ഈ AC കേട്ടോ. അപ്പൊ എങ്ങനെ വരും ഇത്? 3a² plus 5ab plus 7 AC² ആണോ? അല്ല, AC ആണ്. ഓക്കെ, b² വരെ എന്ത് കൊടുത്തു? AC കൊടുത്തു. ബൈ താഴെ എന്തോട്ടെ? 3b². b² വരെ നമുക്ക് എന്ത് കൊടുക്കാം? AC കൊടുക്കാം. AC plus 5bc plus 7c². ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ മുകളിൽ എല്ലാത്തിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? A കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴെ എല്ലാത്തിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? C കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ നിന്ന് A കോമൺ ആയിട്ട് പുറത്തെടുക്കാം, താഴെ നിന്ന് C കോമൺ ആയിട്ട് പുറത്തെടുക്കാം. എടുത്ത എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾ 3 3 5 5 7 7 ഒക്കെ ക്യാൻസൽ ചെയ്തൂടെ സാറേ എന്ന് പറഞ്ഞ് ചോദിച്ച കളയല്ലേ കേട്ടോ. കാരണം ഇവിടെ എന്തുണ്ട്? ഇടയ്ക്ക് അഡീഷൻ ഉണ്ട്. അഡീഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടന്നാൽ, ഒരുപോലത്തെ ആൾക്കാർ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടന്നാലേ വെട്ടിക്കളയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് അഡീഷൻ ഉണ്ട് കേട്ടോ. ഇത് ഓരോന്നും ഓരോ ടേമുകളാണ്. ഇത് മൊത്തത്തിൽ ഒറ്റൊരാളാണോ? അല്ല. ഓക്കെ, ഇത് ഓരോന്നും എല്ലാം കൂടെ ചേർന്ന് ഓരോരുത്തരായിട്ട് ഒറ്റ ടേമായിട്ടാണോ നടക്കുന്നത്? അല്ല, ഇത് ഒരു ടേമാണ്, ഇതൊരാളാണ്, ഇതൊരാളാണ്. താഴെ അതുപോലെ ഇത് വേറൊരാളാണ്, ഇത് വേറൊരാള്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇവിടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് A പുറത്തെടുക്കാം. കോമൺ ആയിട്ട് A പുറത്തെടുത്താൽ ഇവിടെ എന്ത് വരും? ഇവിടെ 3 ഉണ്ട്. a² A എടുത്താൽ ബാക്കി എന്താണ്? ഒരു a² ഉണ്ട്. a² എന്ന് പറഞ്ഞാൽ A × A. അതിൽ നിന്ന് ഒരു A ആണ് പുറത്തെടുത്താൽ മറ്റേ അവിടെ കിടപ്പുണ്ട്. പ്ലസ് 5ab നമ്മൾ എന്തെടുത്തു? A പുറത്തെടുത്തു. അപ്പൊ ആരുണ്ട്? B. പ്ലസ് 7 A പുറത്തെടുത്തു, C. ബൈ ഇവിടെ നിന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? C കോമൺ ആയിട്ട് പുറത്തെടുക്കാം. C കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഇവിടെ 3 ആരുണ്ട്? AC C പുറത്തെടുത്തു, അപ്പൊ A പ്ലസ് 5 BC നിന്ന് C എടുത്തു, B പ്ലസ് 7 C² എന്ന് പറഞ്ഞാൽ C × C. അതിൽ നിന്ന് ഒരു C പുറത്തെടുത്തു, വേറൊരു C ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഇവിടെ A × ഇത് മൊത്തത്തിലാണ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത് മൊത്തത്തിലാണ് ഒരാള്.
ഓക്കെ, ഇവിടെ സി ഇത് മൊത്തത്തിലാണ് ഒരാള്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ലേ കിടക്കുന്നത്? രണ്ടും സെയിം ആണോ മക്കളെ? നോക്കിക്കേ, 3a 5b 7c, 3a 5b 7c ഒരേ ആൾക്കാരാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അതങ്ങ് ക്യാൻസൽ ചെയ്യാം അല്ലേ? അതെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഒരേ സാധനം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഒരേ ആളാണ്. ഇത് ഇത്രയും ഒരാളാണ്, അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു രണ്ട് സൈഡിലും. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം. അല്ലാതെ ഇവിടെ ഞാൻ 3യും 3യും 5ബിയും 5ബിയും 7സിയും 7സിയും അല്ല ക്യാൻസൽ ചെയ്തത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിച്ച് കിടന്നുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പോ അവിടെ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഇവിടെ ബാക്കിയുള്ളത് മക്കളെ? എയും സിയുമാണ് ബാക്കിയുള്ളത്. സോ എ ബൈ സി. സിമ്പിൾ ആയിട്ട് ആകെ നമ്മൾ എന്ത് മാത്രമേ ചെയ്തോളൂ? ഈ ഒരു സാധനം നമുക്കറിയാം, അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്ലഗ് ഇൻ ചെയ്തു. ഇതിന്റെ വരേണ്ട അടുത്ത് പ്ലഗ് ഇൻ ചെയ്തപ്പോ നമുക്ക് ഇത് കിട്ടി. ഓക്കെ, പ്ലഗ് ഇൻ ചെയ്തപ്പോ നമുക്ക് നേരെ ഇത് കിട്ടി. അതിൽ നിന്ന് കോമൺ ആയിട്ടുണ്ടായിരുന്ന ആള് പുറത്തെടുത്ത് വെട്ടിക്കളഞ്ഞ് ഇത് കിട്ടി. ആകെ ഇതിനാണ് നമുക്ക് എന്ത് മക്കളെ 3ഉം 4ഉം മാർക്ക് വെച്ച് പ്രൊപ്പോർഷനിൽ കിട്ടുന്നത്. ഈ ചോദ്യം കണ്ട് നമ്മൾ കിളി പറഞ്ഞിട്ട് എഴുതാതെ പോയിരുന്ന നമുക്ക് എന്ത് നഷ്ടമായി? ആ മാർക്ക് നഷ്ടമായി. അതുകൊണ്ട് ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? RHS. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? LHS ഈക്വൽസ് RHS. എന്നിട്ട് നമ്മൾ മെയിൻ വേർഡ് എന്താണ്? ഹെൻസ് പ്രൂവ്ഡ് അല്ലേ? അത് എഴുതാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ എഴുതി അങ്ങ് നടത്താം. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ഓക്കെ, അപ്പൊ LHS തുടങ്ങി നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്തു, കോമൺ ആയിട്ടുള്ള പുറത്തിട്ട് നമുക്ക് നേരെ RHS എത്തി. സിമ്പിൾ ടാസ്ക് ആയിരുന്നു ചെയ്തത്. ആകെ എന്തറിയുക? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക ബേസിക് ആയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. സോ 2024 സ്പെസിമെന്റിലെ ചോദ്യമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഒരു MCQയും ഒരു 3ഓ 4ഓ മാർക്കിന്റെ ഒരു ചോദ്യവും. പ്രോപ്പർട്ടീസിൽ നിന്ന് ഒരെണ്ണം കാണും, ഒന്നുകിൽ പ്രോപ്പർട്ടീസിൽ നിന്ന് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ഒരെണ്ണം കാണും, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഒരു MCQയും കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മളുടെ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു വീഡിയോയിൽ എന്താണ് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കണ്ടിന്യൂസ് തറോ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം പഠിച്ചു, സെറ്റ് ആയിട്ടുണ്ട്. കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ 2024 സ്പെസിമെന്റിലെയും 2024ന്റെയും ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വരുന്ന ഫസ്റ്റ് ടൈമിനായാലും ഇനി അങ്ങോട്ട് വരുന്ന ഫൈനൽ എക്സാമിനായാലും എല്ലാം നമ്മൾ എന്താണ് റേഷ്യോ പ്രൊപ്പോർഷൻ പക്ക റെഡിയാണ് അല്ലേ? ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആണ് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? പരീക്ഷ പേപ്പർ കിട്ടിയിട്ട് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്തു വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലായത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ ടീച്ചിങ് ഒക്കെ, എങ്ങനെയുണ്ട്, അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, സാർ ഇങ്ങനെ പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇതായിട്ടില്ല, അത് കുറച്ചും കൂടി ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ വേറെ എന്തെങ്കിലും ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് ധൈര്യമായിട്ട് അയക്കാം. ഇനി നമ്മളിവിടെ എഴുതിയ സാധനങ്ങൾ ഇതിന്റെ PDF നിങ്ങൾക്ക് വേണം സാറേ, സാറിന്റെ PPTയിൽ ഉണ്ടായിരുന്ന PDF എനിക്ക് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെപ്പോഴും ഇരുന്ന് നോക്കിക്കൊണ്ടയക്കാൻ സാറ് ഒരു ഇതാണ്. അപ്പം സാർ ആ PDF ഒന്ന് അയച്ചു തരും. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാനായിട്ട് ഉപയോഗിക്കുമല്ലോ സാർ. അതുകൊണ്ട് അയച്ചു തരുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? മെയിലൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി, ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, സാർ ഇന്ന ക്ലാസ്സിന്റെ ഇതിന്റെ PDF കിട്ടോ എന്നൊന്നും ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ മെയിലിൽ തന്നെ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോവാം. അതിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താലും മതി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ PDF കാര്യങ്ങൾ അയച്ചുതരാം. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് അയച്ചു തരാതെ എടുക്കാതെയും നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് മാത്രം പഠിച്ചാൽ മതി മക്കളെ എന്നൊന്നും അല്ല. നിങ്ങൾ പഠിക്കുക, സെറ്റ് ആവുക. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ അയച്ചുതരാം, PDF കാര്യങ്ങൾ അയച്ചുതരാം, ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ടോ അല്ലെങ്കിൽ മെയിലിലോട്ടോ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അയച്ചു തന്നാൽ മതി. അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്തും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോ. അപ്പോൾ ഈ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടണ്ടേ. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.